നിനക്കൊന്നും യാതൊരു ബോധമില്ലേ? ഞാനൊന്നല്ല അവന്റെ അടുത്ത് അരി കഴുകാൻ പറഞ്ഞത്. അത് നീ അരി കഴിയുക കഴുകി അവൻ അരി മുഴുവൻ തീർത്തു. അല്ലെങ്കിൽ ഇമാർക്ക് എന്തിനാ അരി? രാത്രി മതിച്ചേട്ടൻ വരും. ആരും അറിയാൻ നോക്കണേ. പോട്ടെ പോട്ടെ പോട്ടെ. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചാനാണ്. എല്ലാം സെറ്റാ. മറ്റവനെവിടെ? അവന് ലീവാ. ഇവയത് പുതിയതാ? പുതിയ എടുത്തു വെക്കണ. ഇതൊന്ന് എടുത്തു വെക്കണ. വളരെ കൊണ്ട് അവിടെ പോയി. കേറേ. നീ ഉത്തരനോടാ മയിരെ ഇറങ്ങണ ഓടേ.
മാറി കിടക്ക മാറി ആണ് മാറിക്കിട വീടിൻ്റെ മുമ്പിലാണ് കിടക്ക. രാവിലെ തന്നെ ഓരോ മാരണം പേരിക്ക് വന്നോ. മണിമലയിൽ നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന് മോഷണം, പ്രതിക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതം. ഈശ്വര വെച്ചിക്കണേ. ഇവനൊരു വിനയിച്ചിട്ടു. അയ്യേ എന്ത് വിളിച്ചേട്ടാ? ശിവദാസോ ഒരു ചായ എടുത്തോ വേഗം. ആ ശരി. എന്നാ ഒരു ഉണ്ടമ്പൂരി എടുക്കട്ടെ. തൻ്റെ അവിഞ്ഞ ഉണ്ടംപൊരിയല്ലേ, തൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. ഉണ്ടംപൊരിയായിട്ട് വന്നിരിക്കുന്നു. ശിവദാസു ആ ഏതാ സ്വാമി? സ്വാമിയാ? ഇതായിരിക്കുന്നു സ്വാമി. അതാരാ? അയാള് ഭയങ്കര ദിവ്യനാ. ആണോ? നമ്മൾ ചോദിച്ചോ പറയൂ. എന്തും പറയൂ. ആണോ? ചോദിച്ചോക്ക്. ആ ചോദിച്ചോക്ക്. സ്വാമി, നാളെ എൻ്റെ മോളുടെ 10ാം ക്ലാസ് റിസൾട്ടാണ്. സ്വാമി എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പാസ്സാക്കി തരണം എൻ്റെ സ്വാമി. എൻ്റെ സ്വാമി. ശിവദാസേട്ടാ. ഓ അല്ല ശിവദാസേട്ടാ, ആ ആ നാണി എന്താണ് ഏണി എടുക്കാണ്ട് ചിരിച്ചു കൊണ്ടുപോണ്? അതൊരു വട്ടം വന്ന് കേറിയിട്ടുണ്ട്. ഓനെന്തോ പറഞ്ഞു തന്നിട്ട് ചിരിച്ചോണ്ട് പോകുന്നത്. അതാരാ? ആ ആർക്കറിയാം. ഒരു വട്ടനാണ്. രാവിലെ തന്നെ ഒരു ഉണ്ടമ്പരിയും ചായയും കൊടുത്തിട്ടുണ്ട്. അതിന്റെ പൈസ കിട്ടിയിട്ടുമില്ല. അതെ, വട്ടനായാലും പൊട്ടനായാലും പൈസ മേടിക്കാൻ ശാന്തയ്ക്ക് അറിയാട്ടാ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നീ ശിവദാസേട്ടാ, കിട്ടിയല്ലേ? അവനെന്താ വട്ടാണ്? അത് കണ്ടാ മനസ്സിലാവുന്നില്ല. നാണി നീ എവിടെ പോണ്? അറിഞ്ഞില്ലേ? എടാ എന്റെ മകള് 10ാം ക്ലാസ് ജയിച്ചടാ. എന്റെ സോമയുടെ അനുഗ്രഹം കൊണ്ടാ. എടാ ആണിയെ 3 വെള്ളിയാഴ്ച കഴിഞ്ഞു. തേങ്ങയൊക്കെ ഉണങ്ങിപ്പോയി. വെല്ലം നടക്കോ? എന്നാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഏത് സ്വാമിയുടെ കാര്യം ഒന്നാണ് ഈ പറയണേ? അറിഞ്ഞില്ലേ നിങ്ങള്?
നമ്മുടെ ദാസേട്ടന്റെ കടയില് ഒരു സ്വാമി വന്നിട്ടുണ്ട്. ആ എല്ലാ സ്വാമിയുടെ അനുഗ്രഹമാ. ഞാൻ സ്വാമിനെ കാണാൻ പോവാ. ഏത് സ്വാമിയുടെ കാര്യ പറഞ്ഞത്? ഏത് സ്വാമിയുടെ കാര്യമെന്ന് അറിയില്ല. ആ ഏതായാലും ഏത് സ്വാമി ആയാലും പോയി കണ്ടു നോക്ക്. മോൻ 2-3 പ്രാവശ്യം ആയില്ലേ പരീക്ഷ എഴുതി തോറ്റിരിക്കുന്നു. അത് ഞാൻ നോക്കിക്കോളാം. ആ നോക്കിയാ നോക്കുന്നത്. നീ ഇവിടെ കയറി ചുറ്റിക്കൊണ്ടിരുന്ന ഒന്നും പഠിക്കണ്ട കേട്ടോ. നമുക്ക് നമ്മുടെ മോനെ സ്വാമി ഒന്നുകൊണ്ട് കാണിച്ചാലോ? നോക്കാം. അതെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റിയ സ്വാമി വന്നിട്ടുണ്ട്. എവിടെ? അടുത്ത് തന്നെ. ഒന്നും കൊണ്ടും ശ്രീകട ഞാൻ പരിചയപ്പെടുത്തരാം. ശിവദാസ, സ്വാമി എന്തേ? സ്വാമിന്റെ അക്കൂസില എന്താ പ്രശ്നം? എടാ എന്റെ ഓടി അയച്ചടാ. സ്വാമി, സ്വാമി, എന്റെ സ്വാമി, എന്റെ മകളെ ജയിപ്പിച്ചല്ല സ്വാമി. നന്ദിയുണ്ട് സ്വാമി. സ്വാമി എന്നെ അനുഗ്രഹിക്കണേ സ്വാമി. എന്റെ സ്വാമി, വാ വാങ്ങുമാരട്ടാ, കേറുവാ. സ്വാമി ഒന്ന് അനുഗ്രഹിച്ചിട്ട് സ്വാമി. അനുഗ്രഹം സ്വാമി. സ്വാമി ആ ഉണ്ടംപൊരി കൂടെ കൊടുത്താല്. ശിവദാസ ആ ഉണ്ടംപൊരി കിടക്ക്. വാങ്ങിച്ചോ. എല്ലാവർക്കും സ്വാമി, എല്ലാവരും തരൂ. എന്റെ മേലെ കൊടുത്തിരുന്നു. എന്റെ സ്വാമി, ചക്കര സ്വാമി. എന്റെ അപ്പൂ. സ്വാമി ശ്രദ്ധിച്ച്. ശരി. ഓക്കെ തുടങ്ങാം. ഓക്കെ. ഒറിജിനൽ ഒറിജിനൽ.
ഞാൻ എവിടെയെല്ലാം അലഞ്ഞു. അങ്ങ് ഇവിടെ ഇരിക്കുകയായിരുന്നു. അയ്യോ, അങ്ങേ വീട്ടിൽ ഞാൻ എവിടെയും പോവില്ല, സത്യം. നന്നായിട്ടാ. നോക്കിയേ, കണ്ട 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 അണിച്ചെന്നിരിക്കേ. ഈ വട്ടനെ വെച്ച് കളിക്കുന്ന കളി എനിക്കറിയാം. ഇതിലൊരു പങ്ക് എനിക്ക് തന്നില്ലെങ്കിൽ ഈ പരിപാടി ഞാൻ പൂട്ടിക്കും. ഇവൻ ബട്ടനാണെങ്കിൽ നീ പെരുങ്കള്ളാന്ന് നിനക്കറിയാം കേട്ടാ. അതെ, രണ്ടാൾ തല്ലൂടണ്ട. ഇങ്ങോട്ട് നോക്കിയേ, വഴി കണ്ടുണ്ട്. ആ, അഷ്ടദിക്കും സപ്തസാഗരവും താണ്ടി അഷ്ടദോഷം പാപഭാരം ശത്രുദോഷം ദൃഷ്ടിദോഷം സർവദോഷ പാപാന്തകനേ സർവസംഗ പരിത്യാഗിയ നിൻ തിരുവടിയിങ്കൽ സർവാംഗം സമർപ്പയാമി. അഷ്ടദിക്കും കാത്തിടുന്ന എൻ ഗുരുവല്ലേ, കഷ്ടമെല്ലാം തീർത്തിടുവാൻ വന്നവനല്ലേ. അഷ്ടദിക്കും കാത്തിടുന്ന എൻ ഗുരുവല്ലേ, കഷ്ടമെല്ലാം തീർത്തിടുവാൻ വന്നവനല്ലേ. ചുംബനത്താൽ പാപമൊക്കെ നീ കഴുകില്ലേ, ചുംബനത്താൽ പാപമൊക്കെ നീ കഴുകില്ലേ. ഉള്ളിലുള്ള ദുഃഖമൊക്കെ നീ അറിയില്ലേ. അഷ്ടദിക്കും കാത്തിടുന്ന എൻ ഗുരുവല്ലേ, കഷ്ടമെല്ലാം തീർത്തിടുവാൻ വന്നവനല്ലേ. നെഞ്ചിലെ തീറുന്ന നൊമ്പരമൊക്കെയും നിൻ മുന്നിലെത്തുമ്പോൾ മായും, നെഞ്ചിലെ തീറുന്ന നൊമ്പരമൊക്കെയും നിൻ മുന്നിലെത്തുമ്പോൾ മായും. നിൻ ചുടു ചുംബനം ഇന്നൻ കരളിലെ തീക്കനലൊക്കെയും മായ്ക്കും, നിൻ ചുടു ചുംബനം ഇന്നൻ കരളിലെ തീക്കനലൊക്കെയും മായ്ക്കും. ഗുരുവേ പ്രഭുവേ അലിവിൻ കടലേ, നിൻ പാദപത്രത്തിൽ എന്റെ ഈ ദുഃഖങ്ങൾ ഒക്കെയും കാഴ്ചവെക്കാം. അഷ്ടദിക്കും കാത്തിടുന്ന എൻ ഗുരുവല്ലേ, കഷ്ടമെല്ലാം തീർത്തിടുവാൻ വന്നവനല്ലേ. അഷ്ടദിക്കും കാത്തിടുന്ന എൻ ഗുരുവല്ലേ, കഷ്ടമെല്ലാം തീർത്തിടുവാൻ വന്നവനല്ലേ. അഷ്ടദിക്കും കാത്തിടുന്ന എൻ ഗുരുവല്ലേ, കഷ്ടമെല്ലാം തീർത്തിടുവാൻ വന്നവനല്ലേ. വലിയ ഉപകാരം. അട്ടേച്ചി ഓ, മാറിയില്ല അങ്ങോട്ട്. ഇനി എന്ത് ചെയ്യും?
ഓം മുക്താനന്ദായ നമഃ. പ്രിയ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുക്താനന്ദ മഠത്തിന്റെ 3-ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേക പരിപാടികൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സ്വാമിയുടെ പ്രസാദമായ ഉണ്ടംപൊരി കൗണ്ടറിൽ നിന്നും പണം നൽകി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. പ്രത്യേക പൂജകൾക്കുള്ള സംഭാവന ഓൺലൈനായും നിങ്ങൾക്ക് അടയ്ക്കാം. വാർഷിക ആഘോഷത്തിലേക്ക് എല്ലാ മുത്താനന്തപുരം നിവാസികളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഓം മുത്താനന്ദായ നമഃ. വോട്ട് ചെയ്യണം. ഉണ്ടംപൊരിയുടെ ആളാണ് സായിപ്പേട്ട ചേച്ചി എല്ലാവരും വോട്ട് ചെയ്യണം. എല്ലാവരും ഉണ്ടംപൊരിയുടെ ആളത്ത് വോട്ട് ചെയ്യണം. സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവും. എല്ലാവരും വോട്ട് ചെയ്യണം. ഉണ്ടംപൊരിയുടെ ആളത്തിലാണ് വോട്ട് ചെയ്യേണ്ടത്. നോട്ടീസ് വോട്ട് ചെയ്യണം. ഉണ്ടംപൊരിയുടെ ആളത്തിലാണ്. മറക്കണ്ട, ഡേറ്റ് മറക്കണ്ട. 8-ാം തീയതി. ആ വെള്ള ഷർട്ടിട്ട ആളെ നോക്കിയേ. അവൻ മറ്റേനല്ലേ? നമ്മുടെ ആ മറ്റേ സ്വാമിയാണോ സംശയം? അല്ലേ? നോക്കിയോക്ക്. അയ്യോ ശിവസേട്ട നമ്മള് സ്വാമി സ്വയമേ ദൈവം എന്നവർ പാടുന്നേ. അമ്മയുടെ അമ്മുക്കുഞ്ഞ് എണീറ്റോ? ദേ വേഗം കുളിച്ച് സുന്ദരിയായി സ്കൂളിൽ പോവാൻ നോക്ക്. ഇന്ന് പിറന്നാളല്ലേ, അമ്പലത്തിൽ പോണ്ടേ? സുജയ, നീ ചിട്ടിയുടെ പൈസ കൊടുത്തിരുന്നാ? അമ്മേ, അച്ഛൻ എനിക്ക് കൊലുസ് വാങ്ങി വന്നിനോ? കൊലുസ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട.
നീ ഞാൻ ചോദിച്ച കേട്ടില്ലേ? ഓ, കണ്ണു തെളിഞ്ഞോ? ഇപ്പോഴാണോ ബോധം വന്നേ? ഇന്നലെ എന്ത് കോലത്തിലാ കയറി വന്നേന്ന് വല്ല ഓർമ്മയുണ്ടോ? അതെങ്ങനെയാ? കുടിച്ച് 4 കാലിലല്ലേ വരുന്നേ? എന്തെങ്കിലും ബോധം വേണ്ടേ? വീട് നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടല്ലോ. ദേ, അവളുടെ കൊലുസെപ്പോഴാ കൊണ്ടുവരാന്ന് ചോദിച്ചു നടക്കണ്ട അവള്. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞ്, ഇല്ലെങ്കിൽ അതും ആഗ്രഹിച്ച് നടക്കും അവള്. കൊച്ചിന് വെറുതെ ആശ കൊടുക്കാൻ നിൽക്കണ്ട. അച്ഛന്റെ മോളിന്ന് സ്കൂളിൽ പോണില്ലേ? അച്ഛാ, ഇന്നെങ്കിലും എനിക്ക് ആ കുലിസ് മേടിച്ചു തരുമോ? ഇന്ന് അച്ഛൻ എന്തായാലും മോൾക്ക് കൊലുസ് കൊണ്ടുവരും. അമ്മ കുളിച്ചു സ്കൂളിൽ പോവാൻ നോക്കിയേ. അടുക്കളയിൽ ഓട് പൊട്ടിയിട്ട് ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോഴാ അവളുടെ ഒരു കൊലുസ്. ഇങ്ങോട്ട് വാടി, കൈ ഇങ്ങോട്ട് നീട്ടടി. പല്ല് വെച്ച് കുളിച്ചു സ്കൂളിൽ പോവാൻ നോക്ക് കേട്ടാ. ചിട്ടിയുടെ കാര്യം പറഞ്ഞില്ല. ചിട്ടിയുടെ പൈസ എങ്ങനെ കൊടുക്കുമെന്ന് ഒരു പിടുത്തവും. നീ ആ ഗോപനോടൊന്ന് പറഞ്ഞു നോക്ക്, അവൻ പെട്ടെന്ന് ശരിയാക്കും. പറഞ്ഞു നോക്കാം. ഇവിടെ ഒരാളോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നും കള്ളൊടിച്ച് ബോധമില്ലാതല്ലേ രാത്രി കയറി വരുന്നത്. ഞാനെന്നാലേ ഓളെ സ്കൂളിൽ പറഞ്ഞേക്കട്ടെ. നീ കഴിച്ചില്ലേ? മെല്ലനെ കഴിച്ചാ മതി. പോകുന്ന വഴിക്ക് ഇത് അമ്പലത്തിലിടണം. എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കണം. അച്ഛനെ കുളിയൊക്കെ നടത്തണ്ടേ? അമ്മേ, ഇത്രയും കൂടിയും പൈസ തരുമോ? എന്തിനാ? കണ്ണന് പിറന്നാളിന് മിഠായി മേടിച്ചു കൊടുക്കാനാ. അല്ലെങ്കിൽ അത് മതി, അവൻ പിണങ്ങും. അതെ, അവനോട് അടുത്ത പിറന്നാൾ വാങ്ങിച്ചിരാന്ന് പറ. നീ വേഗം സ്കൂളിൽ പോകാൻ നോക്ക്. എന്റെ സ്കൂളിൽ മീനാക്ഷിയിൽ അവരുടെ വീട്ടിലൊരു പുതിയ മുയലിനെ മേടിച്ചു. അതിന് കാണാൻ എന്ത് രസമാണെന്ന് അറിയാവോ? ഒരു ബൊമ്മേനെ പോലെ ഉണ്ട് അതിനെ കാണാൻ. നമുക്ക് മേടിക്കാച്ചായിരുന്നേ. ചേട്ടാ, എന്നാടേ പണി? അടുത്ത ആഴ്ച ശരത്തിന്റെ കല്യാണം ഇല്ലേ, അവന്റെ വീട്ടിലാ. ശരി. അച്ഛാ, അമ്പലത്തിലെ തീയാവാറായോ? അതിന് ഇനിയും സമയമുണ്ടല്ലോ മോളെ, അടുത്ത ആഴ്ചയല്ലേ. എനിക്ക് നല്ലൊരു ബൊമ്മേനെ വാങ്ങി തരുമോ? മോക്ക് അച്ഛൻ നല്ല വലിയൊരു ബൊമ്മനെ തന്നെ വാങ്ങിച്ചു തരാം. എന്താ പോരെ? നീ ആ ബാങ്കിൽ പോയിട്ട് കരടച്ച രസീത് കൊടുത്താൽ മതി. ലോണും കാര്യങ്ങളും അവര് ഞാൻ ഇപ്പൊ തന്നെ പോയി. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്താ നമ്മുടെ ബോയ് പരിപാടി? ചേട്ടാ, ശരി. നമ്മുടെ പാർട്ടിനെ ഉത്സവ കമ്മിറ്റിക്ക് പോയിക്കോളാം. എന്തെങ്കിലും കൊടുക്കണം. അത് വേണം, അതും ചർച്ച ചെയ്യുന്നുണ്ട്. ആ മനോജെ, നിന്നെപ്പോ കാണാൻ കിട്ടുന്നില്ലല്ലോ. ഞാനീ പണിത്തിരക്കിലല്ലേ. ആ, ചാരായ ഷാപ്പിലായിരിക്കല്ലേ എന്റെ പണി. ആ, അടുത്ത ആഴ്ച കമ്മിറ്റി മീറ്റിംഗ് തീർച്ചയായും വന്നേക്കണം. ആ ഗൗരിട്ടി, മോളെ ഇന്ന് നേരത്തെ പോന്നോ? തുത്തുരു എന്താ മൂത്തൊരു വാട്ടം? ശരിയാ. നൂൽപുട്ടി കഴിച്ചല്ലോ. അച്ഛാ, കുലിസ് മേടിക്കാൻ മറക്കല്ലേ. പിന്നെന്താ? ഗൗരി, പിറന്നാളായിട്ട് സമ്മാനമൊന്നും വേണ്ടേ? ഗൗരി, ഇതാ പിറന്നാൾ സമ്മാനം. എന്നാ, ഇതെന്തിനാ?
കണ്ണന് മിഠായി മേടിക്കാനാ. തൊഴുതില്ല. ഓ, അതൊന്നും സാരമില്ല. അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ. ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. നിനക്ക് ദൈവത്തെ പേടിയില്ലേ? എനിക്ക് എൻ്റെ അച്ഛനെ മാത്രമേ പേടിയുള്ളൂ. അപ്പൊ ചങ്ങലവാർത്തെ പേടിയില്ലേ? അതാരാ? കാടിനുള്ളിൽ കുടിയിരിക്കുന്ന ദുർദേവത, ചോരപ്പല്ലും ചോരക്കണ്ണുമായി ചങ്ങലകോലിക്ക് ഒരു വരവുണ്ട്. അത് ആൾക്കാരെ കൊല്ലും. ചങ്ങലവാർത്ത. അയ്യോ, ചങ്ങലവാർത്ത ഓടിക്കോ! അമ്മ അമ്പലത്തിലിടാൻ തന്ന പൈസക്ക് മിഠായി വാങ്ങിയത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അച്ഛന്റെ കുടി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ. എന്റെ അച്ഛൻ പറഞ്ഞത് ദൈവമൊന്നും ഇല്ലെന്ന്. വേണമെങ്കിൽ ഗിരീഷ് ചേട്ടനോട് ചോദിച്ചു നോക്ക്. ഗിരീഷ് ചേട്ടാ, ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടോ? പിന്നില്ലാണ്ട. ശനിയാഴ്ച കാവുന്ന ഒച്ചേക്കണ്ട. പുളിയും ദൈവല്ലേ കോയിന്റെ ചങ്കത്ത് ചോരടിക്കുന്നു. നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, പക്ഷെ കണ്ടവരാരും ജീവിച്ചിരിക്കില്ല. പിള്ളേർക്ക് കാണാൻ പറ്റുമോ? അങ്ങോട്ട് ചെല്ല്. കോയിന് ചങ്ങിന് പകരം നിന്റെ ചങ്കത്ത് കുടിക്കും. അത് ഓണ്ടൊരു കൂതി. അമ്പലത്തിലിടാൻ തന്ന പൈസക്ക് മിഠായി മേടിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീട്ടുകാർക്കാ കുഴപ്പം. ഇയാള് ചുമ്മാ പറയാ. നീ വാ, നമുക്ക് പോവാം. നിന്നെ എന്റെ കയ്യിൽ കിട്ടും കേട്ടാ. നീ വാ. താനൊന്ന് പോടാ. നിന്നെ വെച്ചിട്ടുണ്ട്. അമ്മോ, അകത്തേക്ക് കയറി വാ. വെറുതെ തണുപ്പടിച്ചിട്ട് പനി വരാൻ നിൽക്കണ്ട. ഇനി അതും പറഞ്ഞ് ഇനി സ്കൂളിൽ പോകാണ്ടിരിക്കണ്ട. അകത്തേക്ക് കയറി വാ. അമ്മോ, എന്താ മോളെ? അമ്മേ, അച്ഛൻ കുലിസ് വാങ്ങി വരോ? മോളെ, അമ്മ ഇതുപോലെ ഓരോ കാര്യത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. ഒടുവിൽ അത് കിട്ടില്ലെന്നറിയുമ്പോഴുള്ള വിഷമം കാരണം പിന്നെ അമ്മ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ മോള് നന്നായി പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു. ഒരു ജോലിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും ആഗ്രഹിക്കാം. എൻ്റെ മോള് വാ, വന്നെൻ്റെ കഴിക്കും. ഈശ്വരനെല്ലാം ശരിയാക്കി തരും. ഈശ്വരൻ അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ലടോ. കള്ളു കുടിച്ച് അതും പറഞ്ഞ് നിങ്ങൾ ഓരോന്ന് വരുത്തി വെക്കല്ലേ. ഇനി എന്ത് വരാനാ? നിന്നെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയത് ഒറ്റ കഷ്ടകാലം. പിന്നെ എന്നെ നല്ല അന്തസ്സോടെ എന്റെ വീട്ടുകാർ കെട്ടിച്ചു വിട്ടത്. അന്തസ്സിന്റെ കാര്യം നീ പറയണ്ട. നിന്റെ വീട്ടുകാരെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? എന്തിനാ നല്ലൊരു ദിവസമായിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ മനുഷ്യ? നല്ലൊരു ദിവസമായിട്ട് കുഞ്ഞിനെ പേടിപ്പിക്കണോ? ഞാൻ പേടിപ്പിക്കല്ലേ കുഞ്ഞിനെ? കുടിച്ച് കുടിച്ച് കടം കയറി നിങ്ങൾ കുടുംബം നശിപ്പിച്ചു. നീ ഒന്നും ചെയ്തില്ല. ഞാൻ എല്ലാവരും കാരണം പറയണേ. അച്ഛാ, ശരിക്കും ദൈവം ഉണ്ടോ? എന്താ സംശയം? ഇല്ല.
അമ്മ പറഞ്ഞു പൈസ കൊടുത്ത് പ്രാർത്ഥിച്ചെല്ലാം നടക്കുമെന്ന്. ദൈവത്തിന് പൈസ കൊടുക്കണോ? നിന്റെ അമ്മയ്ക്ക് പ്രാന്താടി. അമ്മേ, അമ്പലത്തിൽ പൈസ ഇടാതെ പ്രാർത്ഥിച്ച കുഴപ്പമുണ്ടോ? മോളെ, ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുത്താൽ മാത്രമേ ദൈവം നമ്മളെ സഹായിക്കൂ. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് നരയിക്കേണ്ടി വരും. ആരാ അമ്മേ ദൈവം? ദൈവം വിചാരിച്ച നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറില്ലേ? ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം ഒരുപാട് കഷ്ടപ്പെടുത്തും. അപ്പം അച്ഛനാണോ അമ്മയുടെ ദൈവം? അച്ഛ, ഇന്നെങ്കിലും എനിക്ക് ആ കുലിസ് മേടിച്ചു തരുമോ? അച്ഛ, കുലിസ് മേടിക്കാൻ മറക്കല്ലേ. എന്റെ മുത്തശ്ശി പാട്ടുണ്ട്, താഴേക്കാവിൽ വിളക്കത്തിച്ചാ നമ്മൾ പ്രാർത്ഥിക്കണ എല്ലാം നടക്കുന്നു. അല്ല, നീയല്ലേ പറഞ്ഞ ദൈവം ഇല്ലാന്ന്? നിനക്ക് കൊലസ് കിട്ടണ്ടേ, അതിനു വേണ്ടിയാ. അല്ലാതെ ദൈവമൊന്നുമില്ല, സത്യമായിട്ടും. ഗിരീഷേട്ടൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ആവോ? ആവോ? ഇപ്പൊ വിശ്വാസമായില്ലേ ദൈവം ഉണ്ടെന്ന്? നീ അങ്ങോട്ട് നോക്കിക്കേ. ഇതാ രമേശാണല്ലേ? ഇതാണോ നിന്റെ ചങ്ങലമർദ്ദ? ഗൗരി നിക്കേ, ഗൗരി, ഗൗരി നിക്കേ. ഞാൻ പറഞ്ഞല്ലേ ദൈവമൊന്നും ഇല്ലെന്ന്. ഇനി എന്റെ അച്ഛന്റെ കൂടിമാരെ എവിടെ പോയി പ്രാർത്ഥിക്കുന്നു ഞാൻ? ഗൗരി,
എന്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട് 5 നേരം നിസ്കരിച്ച പടച്ചോൻ നമ്മളെ തെറ്റെല്ലാം പോർക്കുന്ന്. വാപ്പ ദൈവത്തെ വിളിക്കുന്നത് പടച്ചോനേന്നാ. ഇതൊക്കെ പടച്ചോന്റെ കഥകളാന്നാ വാപ്പ പറയുന്നേ. ആഹാ, രണ്ടുപേരും ഇവിടെ ഇരിക്കാണോ? ബാക്കിവരെല്ലാം ഗ്രൗണ്ടിൽ പോയല്ലോ. ടീച്ചറെ, ഗൗരിക്കൊരു സംശയം. എന്താ സംശയം? ടീച്ചറോട് ചോദിക്കാം. ടീച്ചറെ, ശരിക്കും ദൈവം എന്ന് പറഞ്ഞുണ്ടോ? കൂടണ്ടേ? കൊറേ നാളെ നേരത്തെ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് ഞാനില്ല. അതെന്ത് വർത്താനാ? താനല്ല നമ്മള് കൂടുവോ? ഇല്ല ശിവരാമ, മോൾക്കൊരു കൊലുസ് വാങ്ങിക്കണം, അതുകൊണ്ട് ഞാനില്ല. അപ്പൊ കയ്യിൽ കാശുള്ളതുകൊണ്ടാണ് താൻ വരാത്തല്ലേ? തന്റെ കയ്യിൽ കാശിലായിരുന്നപ്പോ ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്, മറക്കരുത് കേട്ടോ. താൻ ഒരുപാട് മിനിങ്ങിട്ടില്ലേ, മറക്കാതെ കേട്ടോ. എന്തൊക്കെയാ പറയുന്നത്? എന്താടാ രണ്ടാളും കൂടെ ഷാപ്പിലേക്കാണോ? താന്ന് പോടോ. മനോജെ നിർത്തിക്കോ. ഇയാളെ കൊണ്ടല്ലേ ശരിയായല്ലോ. മനോജെ താൻ വരുന്നുണ്ടോ? വരുന്നിപ്പ വരണം കേട്ടോ. പിന്നെ കുപ്പി തീർന്നു പോയിട്ട് പറയരുത്. മനോജെ നീ പോകരുത്. ആളെ വിളിക്കണേ, അയാൾ പോവാൻ പറ. താൻ വേടോ, ആ 2 കുപ്പിയൊക്കെ അടിച്ചിട്ട് ബാക്കി പൈസ സഖാവേ അറിഞ്ഞോ? നമ്മളെ പയ്യന്നൂർ റേഞ്ചിലെ ചാരായ ഷാപ്പിൽ കുടിച്ച 3-4 കണ്ണും ചെയ്യും പോയെന്നാ കേട്ടെ. എന്നിട്ടെന്താ പോയവർക്ക് പോയി, അല്ലാന്താ. എന്ത് നടപടി എടുത്താലും ഇവർക്കിത് വെറും കച്ചവട. ശരി, ആരുടെ കണ്ണു പോയാലെന്താ, ചെവി പോയാലെന്താ? എന്നെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റുമോ? ആ ചെറുത്തോര് ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങിക്കോളെ. ചെറുത്തോര് മനോജെ, നീ കടം വാങ്ങിയും സൈക്കിള് വിറ്റും മോൾക്ക് വാങ്ങിയ കൊലുസിന്റെ തിളക്കമുണ്ടല്ലോ, അതായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശം. ശിവരാമ, ഇത്രയും കാലം നമ്മൾ വീട് മറന്ന് കുറെ കുടിച്ചില്ലേ? ഇനി വീടും ഭാര്യയും കുട്ടികളെ നോക്കി ജീവിക്കുക. നമ്മളെ ഓർത്ത് കഴിയുന്നവരല്ലേ അവര്, നമ്മളെ ദൈവത്തെ പോലെ കാണുന്നവര്. ആ സ്നേഹവും കരുതലും കണ്ടില്ല എന്ന് നടിക്കാൻ ഇനി എനിക്ക് പറ്റില്ല. ഈ സമയമേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റൂ. നാളെ നമ്മളെ മക്കളെ വലുതായി കഴിയുമ്പോൾ അവരുടെ അച്ഛനുമായുള്ള ഓർമ്മയ്ക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ട. അതെല്ലാ മക്കളും ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് ഞാനില്ല. കല്യാണത്തിന് ശേഷം നമ്മളിങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ. അതിന് 4 കാലല്ലേ എപ്പോഴും വരിക. രാവിലെ അല്ലാതെ നിങ്ങൾ എപ്പോഴും ഞാൻ കുടിക്കാതെ കണ്ടിട്ടുണ്ടോ? അമ്മൂന് വാങ്ങിയതാ. നമ്മളെ മോൾ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. അവള് നേരത്തെ കിടന്നുറങ്ങി. നിങ്ങൾ തന്നെ കൊടുത്താൽ മതി അവക്ക്. സുജയ്, നിനക്കെന്നോട് ദേഷ്യമൊന്നുമില്ലേ? കുഴിച്ചു വീട്ടിൽ കയറി വരുന്ന ഭർത്താക്കന്മാരുള്ള ഭാര്യമാര് എന്നും പ്രാർത്ഥിക്കുന്നത് ഭർത്താവിന്റെ കുടി മാറണേന്നാ. അത് ദേഷ്യം കൊണ്ടൊന്നുമല്ല.
ഉള്ളിലെ സ്നേഹം കൊണ്ടാ. ടീച്ചറെ, ശരിക്കും ദൈവം എന്ന് പറഞ്ഞുണ്ടോ? ഉണ്ടല്ലോ. നമ്മളെ മുഖത്ത് നോക്കി ആർക്കാണോ മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കാൻ പറ്റുന്നത് അവരാണ് നമ്മളുടെ ദൈവം.